കൊല്ലം ഭാഗത്ത് 35 വർഷം മുന്നേ SSLC എഴുതിയ ഒരു ടീമിന്റെ സംഗമം നടന്നു. 35 വർഷം മുന്നേ SSLC എഴുതി. 15 വയസ്സ് SSLC എഴുതാനും 50 വയസ്സ്. 50 വയസ്സുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും ആ ക്ലാസ്സിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി. പരമാവധി ലഭ്യമായ നമ്പറൊക്കെ കളക്ട് ചെയ്ത് ആരോ മെനക്കെട്ട് അവരുടെ ഒരു സജീവമായ ഗ്രൂപ്പ് ഉണ്ടാക്കി. അവരുടെ സംഗമത്തിനിടക്കാണ് ഒരാൾ ഒരുത്തിയെ കാണുന്നത്. പണ്ടത്തെ കാമിനിയെ 10ാം ക്ലാസ് വരെ സ്നേഹിച്ചു കൊണ്ടുനടന്നോളെ രണ്ടുപേരും വെച്ച് പിടിച്ചു അവിടുന്ന് ഒളിച്ചോടി. 50 വയസ്സുള്ള 2 പേർ. പ്രണയത്തിന് കണ്ണും മൂക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. തലച്ചോറ് തീരല്ല. നന്നാ എനിക്ക് ബോധ്യപ്പെട്ടെ. തലച്ചോറ് തീരല്ല. തലച്ചോറ് പോയിട്ട് ഇത്തിരി പഴങ്കഞ്ഞി പോലും ഇല്ല തലയിൽ. ഈ പ്രണയത്തിന്റെ തലയിൽ 50 വയസ്സുള്ള പോലെ ഇറങ്ങിപ്പോയി. അവരുടെ മക്കൾക്ക് ഇനി ജോലിക്ക് പോണ്ടേ? എന്തേടെ അമ്മ എന്ന് ചോദിക്കൂലേ? പേരക്കുട്ടിക്ക് സ്കൂളിൽ പോയില്ലേ? എന്റെ വല്യച്ഛൻ വന്നോ എന്ന് ചോദിക്കൂലേ? ഇങ്ങനെ ഗ്രൂപ്പുകൾ, പല ജാതി ഗ്രൂപ്പുകൾ. ഇഷ്ക് ഗ്രൂപ്പുകൾ, മദ്ഹ് ഗ്രൂപ്പ്, ബുർദ ഗ്രൂപ്പ്, കാലിഗ്രഫി ഗ്രൂപ്പ്. ആണും പെണ്ണും ഒന്നിച്ച് മെയ്യ. അള്ളാന്റെ പേരും റസൂലിന്റെ പേരൊക്കെ വക്രിച്ചും കൊളാക്കി എഴുതിയിട്ട് അതിലിടുക. എന്നിട്ട് അഭിപ്രായം പറയാം സർവ്വാണുങ്ങളും. എൻ്റെ നല്ല ഉഷാറുണ്ട് എടീന്ന്. എൻ്റെത് നല്ല ഉഷാറുണ്ട്. എന്തുദ്ദേശിച്ചു എന്നാവോ? പിന്നെ അഭിനന്ദനം PM പോവുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് അഭിനന്ദിക്കുക. അഭിനന്ദിച്ച് ഇറങ്ങിപ്പോവുക. നല്ലതിൻ്റെ പേരിലുള്ള ചില മോശം പ്രവണതകൾ. ആഖിറത്തിനെ കുറിച്ച് ആലോചിക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാന്റെ 175-ാമത്തെ വചനം, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരിക്കും. വഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ അനന്തരമായിട്ട് എല്ലാ പ്രവൃത്തിക്കും പ്രതിഫലം കിട്ടും അന്ന്. ഫമൻ സുഹ്സിയ അനിന്നാർ, ആര് നരകത്തിൽ നിന്ന് ദൂരെയാകുന്നോ, വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കയറാനാകുന്നോ, ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. അവരാണ് വിജയിച്ചവർ. അല്ലാതെ കുറെ വാട്സപ്പിൽ റീച്ച് ഉണ്ടാക്കിയവനല്ല. അവന്റെ സ്വന്തം പേജിന് 10,000-കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയവരല്ല. നരകത്തെ തൊട്ടാര് ദൂരെയാകുന്നു, വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ കയറാനുമാകുന്നു, ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. ആ ഒരു വിജയത്തിലേക്ക് എത്താൻ കഠിനാധ്വാനം വേണം. ബോധപൂർവം പരിശ്രമിക്കണം. പടച്ച റബ്ബ് നമുക്ക് ദീൻ നൽകിയെന്ന വലിയ സന്തോഷം മനസ്സിൽ വേണം. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളോട് നടത്തുന്ന ഒരു ഉപദേശം സൂറത്തുൽ ബഖറയുടെ 132-ാമത്തെ വചനത്തിലുണ്ട്. ഇന്നല്ലാഹസ്തഫാ ലക്കുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്ക് ദീനിനെ തെരഞ്ഞെടുത്തു തന്നു. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കാതിരിക്കണം. മുസ്ലിങ്ങളായിട്ട് മാത്രമായിരിക്കണം നമ്മുടെ മരണം. അതിനുവേണ്ടി ബോധപൂർവം പ്രവർത്തിക്കണമെന്ന് എന്നോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരരോടും ഓർമ്മപ്പെടുത്തി. പൂർണ്ണമായി അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരാൻ, പൂർണ്ണമായി പരിശുദ്ധ ദീനിൻ്റെ ആളുകളാവാൻ, നമ്മളെ പ്രലോഭിപ്പിക്കുന്ന എല്ലാ വൃത്തികേടുകളിൽ നിന്നും വിട്ടുമാറി സഞ്ചരിക്കാൻ പടച്ചറബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ പരമ്പരയിൽ ഖിയാമത്ത് നാൾ വരെ ഒരാളെയും പടച്ചോനെ നീ ബിദ്അത്തുകാരനാക്കരുത്, നീ റിദ്ദത്തുകാരനാക്കരുത് റഹ്മാനെ. ഒരാളെയും നീ ഫാസിഖാക്കരുത് റഹ്മാനെ. ദീനിനു വേണ്ടി ജീവിക്കുന്ന നല്ല മക്കളാക്കി തരണേ റഹ്മാനെ. പഠിക്കാനും പഠിച്ചത് പ്രവർത്തിക്കാനും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ പരമ്പരയിൽ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അസാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.